ഹലോ ആൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള ഒരു അടിപൊളി പോയാണ്. പോയത്തിൻ്റെ പേര് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ്, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മളെങ്ങനെ ജീവിക്കണം, അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഒക്കെ വരുന്ന ഒരു പോയമാണ്. ഓക്കെ, പോയം എന്ന് ശരിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, അമേരിക്കൻ ഇംഗ്ലീഷാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യണത്. സോ ശരിക്കും പോം എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള ഈ ഒരു പോമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പോയിറ്റിനെ പരിചയപ്പെടാം. ആരാണ് എഴുതിയിട്ടുള്ളത്? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. രവീന്ദ്രനാഥ ടാഗോറിനെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. രവീന്ദ്രനാഥ ടാഗോർ വാസ് എ ഗ്രേറ്റ് ഇന്ത്യൻ പോയറ്റ്, ഫിലോസഫർ ആൻഡ് നൊബേൽ പ്രൈസ് വിന്നർ. ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ പോയറ്റാണ്, ഫിലോസഫറാണ്, അതുപോലെ തന്നെ നൊബേൽ പ്രൈസ് ജേതാവും കൂടിയാണ്. നൊബേൽ പ്രൈസ് കിട്ടിയൊരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഹി റോട്ട് ദിസ് പോം ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ആക്ച്വലി അദ്ദേഹം ഈ ഒരു പോയം എഴുതുന്നത്. അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് അപ്പം നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ആ സമയത്ത് എഴുതിയിട്ടുള്ളൊരു പോമാണ് ഈ പോയം എന്ന് പറയണത്. ഓക്കെ, the poem expresses his dream of an ideal, free and enlightened nation. Okay, സ്വാതന്ത്ര്യവും ജ്ഞാനവും ഒക്കെ ഉള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇന്ത്യയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഉത്തമ രാഷ്ട്രത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഡ്രീമാണ് ആക്ച്വലി ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം നമുക്ക് പ്രതിഫലിപ്പിച്ച് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു പോമിൻ്റെ സെൻട്രൽ ഐഡിയ അല്ലെങ്കിൽ തീം എന്താണെന്ന് നോക്കാം. The poet prays to God for a country where people are fearless, educated, truthful and united. സോ നമ്മുടെ പോയിറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭയമില്ലാത്ത, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള, ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനായി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണല്ലോ. അടിപിടികളില്ലാതെ, എല്ലാവരും സ്വന്തം രാജ്യത്തെ ഭയപ്പെടാതെ, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട്, സത്യസന്ധരായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്തെ അദ്ദേഹം സ്വപ്നം കാണാണ്. അങ്ങനത്തെ ഒരു രാജ്യം തരാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ രാജ്യം നൽകാൻ വേണ്ടിയിട്ട് ദൈവത്തോട് അദ്ദേഹം എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്, പറയാണ് എന്ത്, അങ്ങനത്തെ ഒരു ഇന്ത്യയെ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. He wants freedom not only from foreign rule but also from ignorance, superstition and narrow thinking. അദ്ദേഹത്തിന് ഫ്രീഡം വേണം. അത് ഒരിക്കലും ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമാവരുത്, ഫോറിൻകാരിൽ നിന്ന് മാത്രമാവുന്ന ഒരു ഫ്രീഡം അല്ല വേണ്ടത്. മറിച്ച് ഇത്തരത്തിലുള്ള ഈ ഒരു ഇഗ്നോറൻസ് നിന്ന് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ആളുകൾ ചിന്തിക്കുന്ന ചിന്താഗതിയിൽ നിന്നും ഇതെല്ലാം മാറ്റി, സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ മാറ്റി, അതിൽ നിന്നും എല്ലാം അവർക്ക് എന്ത് വേണം? ഒരു മോചനം വേണം, ഒരു ഫ്രീഡം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നോട്ട് ഓൺലി ഫ്രം ഫോറിൻ, അല്ലെ, ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ബട്ട് ഓൾസോ ഫ്രം സൂപ്പർസ്റ്റിഷൻസ്. ഈ സൂപ്പർസ്റ്റിഷൻസ് എന്നൊക്കെ അദ്ദേഹത്തിന് എന്ത് വേണം? ഒരു മോചനം വേണം. അതാണ് മെയിൻ സെൻട്രൽ ഐഡിയ ആയിട്ട് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആയിട്ടുള്ള കുറച്ച് വരികളുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കി വെക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലൈനാണ് അതിൽ. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ കാണാണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, പീപ്പിൾ ഷുഡ് ബി ഫിയർലെസ് ആൻഡ് ഹാവ് സെൽഫ് റെസ്പെക്റ്റ്. അല്ലേ, ആളുകൾ സ്വന്തം രാജ്യത്ത് ജീവിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഫിയർലെസ് ആയിരിക്കണം, ഭയമില്ലാതെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് മറന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പെരുമാറാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എങ്ങനെയായിരിക്കണം? ഇപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഭയപ്പെട്ടിട്ടാണ്, പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. ഭയമില്ലാതെ ഫിയർലെസ് ആയിട്ടായിരിക്കും എല്ലാ ആളുകൾക്കും ജീവിക്കാൻ സാധിക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റും ആവശ്യമാണ്. ഫ്രീഡം ഗീവ്സ് കോൺഫിഡൻസ് ആൻഡ് ഡിഗ്നിറ്റി. അല്ലെ, നമുക്ക് ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും? സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും. നമ്മൾ ഒന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ഫ്രീഡം എന്നുള്ള സംഭവം എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള, ആവശ്യമായുള്ള സംഭവം.
നമുക്ക് ഫ്രീഡം കിട്ടുകയാണെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഭയങ്കര ഡിഗ്നിറ്റിയോട് കൂടി ഭയങ്കര മാനം ഒക്കെ കൊണ്ട് അല്ലേ മാനം ഭയങ്കര പ്രൈഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം 4 ആളുകളുടെ മുമ്പിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പീപ്പിൾ ഷുഡ് ബി ഫിയർലെസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഫ്രീഡം ഗീവ്സ് കോൺഫിഡൻസ് ആൻഡ് ഡിഗ്നിറ്റി. നെക്സ്റ്റ് വരുന്നൊരു ലൈനാണ് വേർ നോളജ് ഈസ് ഫ്രീ അല്ലെ. അറിവ് ഫ്രീ ആണെങ്കിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സംഭവമാണ്. സോ എഡ്യൂക്കേഷൻ ഷുഡ് ബി അവൈലബിൾ ടു എവ്രി വൺ. എല്ലാവർക്കും എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. പണ്ടത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, എന്താ ഒരുപാട് എഡ്യൂക്കേറ്റ് അല്ലെങ്കിൽ ഒരുപാട് ദൂരങ്ങൾ പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിപ്പ് നിർത്താം, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാവർക്കും എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, അതെല്ലാവർക്കും കിട്ടിയിരിക്കണം. Knowledge should not be restricted by class, caste or wealth. ഓക്കെ, ജാതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എക്കണോമിക്കല്ല സമ്പത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ വെൽത്തിൻ്റെ പേരിലോ ഒന്നും തന്നെ എന്ത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല? എഡ്യൂക്കേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. മതത്തിൻ്റെ പേരിൽ വലിയ ജാതിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ചെറിയ ജാതികളുള്ള ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ, പൈസ ഉള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള അതും പാടില്ല. ആർക്കും ഒരു രീതിയിലും എഡ്യൂക്കേഷൻ റെസ്ട്രിക്റ്റഡ് ആക്കാൻ പാടില്ല. എല്ലാവർക്കും എന്ത് കിട്ടിക്കോളണം? എഡ്യൂക്കേഷൻ കിട്ടിക്കോളണം. Where the world has not been broken up into fragments by narrow domestic walls. അല്ലേ? People should not be divided by caste, religion, region or narrow thinking. The poet supports unity and broad-mindedness. അതുപോലെ തന്നെ ഈ ജാതി, മതം, സ്ഥലം തുടങ്ങിയ കാരണങ്ങളാൽ ഒരിക്കലും മനുഷ്യനെ വേർതിരിക്കാൻ പാടില്ല. നമ്മളെ രീതിയിൽ ഇപ്പോഴും ഉള്ളതാണ്, കാസ്റ്റിൻ്റെ ബേസിലൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കോളനികളാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുക, അങ്ങനത്തെ ഒരു സിസ്റ്റമേ പാടില്ല അല്ലെ. എല്ലാവരും ഈക്വലാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും മുറിച്ചാലും എന്തെന്നെ വരുള്ളൂ, ചോരന്നെ വരുള്ളൂ, അതും ചുവന്ന കളർ ചോരന്നെ വരുള്ളൂ. സോ എല്ലാവരും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഒരാളും അപ്പർ ക്ലാസ്സും അല്ല, ഒരാളും ലോവർ ക്ലാസ്സും അല്ല എന്നുള്ളൊരു മൈൻഡ് എല്ലാവരിലും ഉണ്ടായിരിക്കണം. The poet supports unity and broad-mindedness. ഭയങ്കര ഐക്യവും ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ചിന്ത വേണമെന്ന് എല്ലാവർക്കും വേണമെന്നാണ് പോയിറ്റ് പറയുന്നത്, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. കാരണം വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് എല്ലാവരും മനുഷ്യന്മാരാണെന്നുള്ളത് ചിന്തിക്കാൻ കഴിയും. അതല്ലാത്ത നമ്മളെ നാട്ടിൽ ഇന്നും വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു കല്യാണം വരുമ്പോൾ കാസ്റ്റിൻ്റെ പ്രശ്നം വന്നിട്ട് അത് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ റിലീജിയൻ്റെ പേര് കൊണ്ടത് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും അത്രത്തോളം വിശാലമായി ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. സോ എല്ലാവരും ഭയങ്കര ബ്രോഡ് മൈൻഡ്നെസ് ഒക്കെ ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഇന്ത്യയെ കിട്ടുള്ളൂ എന്നുള്ളത് അദ്ദേഹം സ്വപ്നം കാണുകയാണ്. നെക്സ്റ്റ് വരുന്നതാണ് വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ലൈൻസ്. പീപ്പിൾ ഷുഡ് സ്പീക്ക് ട്രൂത്ത്ഫുള്ളി ആൻഡ് ഹോണസ്റ്റ്ലി. അല്ലെ, ആളുകൾ എപ്പോഴും സത്യസന്ധരായിട്ട് വേണം സംസാരിക്കാൻ. സത്യസന്ധരുമായിരിക്കണം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് വേണം സംസാരിക്കാൻ. ട്രൂത്ത് ഷുഡ് ഗൈഡ് സ്പീച്ച് ആൻഡ് ആക്ഷൻസ്. അല്ലെ, സത്യവാക്കുകളെയും അല്ലെങ്കിൽ സത്യം നമ്മുടെ വാക്കുകളെയും പ്രവർത്തികളെയും നയിക്കുമെന്നാണ് പറയുന്നത്. കാരണം നമ്മളൊരു കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ ആ കള്ളത്തരം പറയുകയും ചെറുപ്പം മുതലേ കള്ളത്തരം പറയുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ലൈഫും അതേപോലെ തന്നെ പോകും. ഒരിക്കലും നമുക്ക് നല്ല നിലയിൽ എത്താൻ കഴിയില്ല. കള്ളത്തരം ചെയ്ത ഒരാൾക്കാർ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പിടിക്കപ്പെടും. സോ ഭയങ്കര ഹോണസ്റ്റി ആയിട്ട് സത്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരാൾക്കുള്ള വിഷമങ്ങളോ ചതികളോ ഒന്നും തന്നെ ഉണ്ടാവാതെ നല്ല ആളുകളായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Where tireless striving stretches its arm towards perfection. People should work hard continuously to achieve excellence. Progress come through constant effort. അതുപോലെ തന്നെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ചതായി മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലതുപോലെ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അതായത് എഫേർട്ട് എടുക്കാതെ സക്സസ് വേണമെന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും നമുക്ക് എന്തുണ്ടാവില്ല? സക്സസ് ഉണ്ടാവില്ല. പ്രോഗ്രസ് കംസ് ത്രൂ കോൺസ്റ്റന്റ് എഫേർട്ട്. അല്ലെ, സ്ഥിരമായ പരിശ്രമത്തിലൂടെ മാത്രമാണ് നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരു ദിവസം ചെയ്തു, ഇപ്പോൾ ഒരു തടി ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്തു, നാളേക്ക് തടി ഉറയില്ല. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. എന്ത് കാര്യം എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിനുള്ള റിസൾട്ടും കിട്ടുള്ളൂ. നെക്സ്റ്റ് എന്താ? the clear stream of reason has not lost its way into the
dreary desert sand of dead habit. Okay, reason and logical thinking should guide people. നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തി ചിന്തയുമായിരിക്കും എല്ലായ്പ്പോഴും ആളുകളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലേ? നമ്മൾ മനുഷ്യരെ നയിക്കുന്നത് നമ്മളെ ചിന്താഗതി, നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ആൻഡ് ബ്ലൈൻഡ് ട്രഡീഷൻസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് ഷുഡ് ബി അവോയ്ഡഡ്. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ് അന്ധവിശ്വാസങ്ങളും ഒരുപാട് ആചാരങ്ങളും. സത്യം പറഞ്ഞാൽ ഈ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ചിലപ്പോൾ പണ്ടെങ്ങാനോ ആരോ ചെയ്തൊരു കാര്യമായിരിക്കും. അത് ഇന്നത്തെ ആളുകൾ ആചാരം, ട്രഡീഷൻ എന്ന് പറഞ്ഞ പേരിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും. അതല്ലാതെ അതിൻ്റെ പേര് വല്ല മിത്തോ ഒന്നും ഉണ്ടാവണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല. ഒരു സ്റ്റോറി ഉണ്ട്, എന്താ, ഒരു വാട്ടർ മിൽസിൻ്റെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. ആ വില്ലേജിലേക്ക് ഒരു ട്രാവലർ പോയ സമയത്ത് അവിടെ റോക്ക് ഉണ്ടായിരുന്നു. ആ റോക്കിൻ്റെ സൈഡിൽ കുട്ടികൾ ഇങ്ങനെ പൂ വയ്ക്കും. സോ പൂ വയ്ക്കുമ്പോൾ ഈ ട്രാവലർ വിചാരിച്ചു എന്തിനാ അപ്പോൾ ആ ഒരു റോക്കുമ്പോൾ കൊണ്ടുപോയിട്ട് പൂ വയ്ക്കാമെന്ന് വിചാരിച്ചു. അയാൾ അതിങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് മാൻ പറയാണ് ഇയാളോട്, മുന്നെപ്പോഴോ ഈ വാട്ടർ മിൽസിൻ്റെ വില്ലേജിലേക്ക് ഒരു ട്രാവലർ വന്നപ്പോൾ സിക്കായിട്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരിച്ചു പോയ ആളെ ആ പാറയുടെ ആ സമയത്ത് അവിടെ ഒരു പറമ്പായിരുന്നു, ആ പറമ്പിൽ കുഴിച്ചിട്ടതിൻ്റെ മുകളിൽ ഞങ്ങളൊരു പാറയും വെച്ചു. അന്ന് അനുശോചനത്തിൻ്റെ ഭാഗമായിട്ട് ആ പാറയുടെ മുകളിൽ അവർ പൂ വെച്ചു. പിന്നീട് ആളുകൾ എപ്പോൾ ആ വഴി പോകുമ്പോഴും അതൊരു പൂ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു ട്രഡീഷനായിട്ട് മാറി എന്ന് പറഞ്ഞു. സോ ഇതൊരു കുഞ്ഞു കഥയാണ്, ഇതിനുമായി ബന്ധമില്ലാത്തൊരു കഥയാണ്. സോ പല മിത്തുകളും പല ആചാരങ്ങളും മേ ബി അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം തന്നെ ആയിരിക്കും, നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. സോ അത്തരം കാര്യങ്ങളൊന്നും, അന്ധവിശ്വാസങ്ങളും അനാവശ്യമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് where the mind is led forward into ever widening thought and action. People should think broadly and act progressively. അല്ലെ, വിശാലമായ ചിന്തയും പുരോഗമനപരമായുള്ള പ്രവൃത്തിയും അനിവാര്യമാണ് നമ്മുടെ ആളുകൾക്ക്. അല്ലാതെ ഒരു പണ്ടത്തെ ചിന്താഗതി എന്നല്ല, നമ്മൾ ഒന്നിനെ കുറിച്ചിട്ടും ഓപ്പണായി ചിന്തിക്കാതെ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാത്ത കാലത്തോളം നമ്മൾ മൈൻഡ് വലുതാവുന്നില്ല, ആ ഒരു പ്രവൃത്തിയും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയില്ല. സോ നമ്മൾ നല്ല രീതിക്ക് ചിന്തിക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. A nation grows through new ideas and actions. പുതിയ ആശയങ്ങളിലൂടെയാണ് എപ്പോഴും നമ്മുടെ രാജ്യം വളരുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ ഏതാ? ഇൻ ടു ദ ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. അല്ലേ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ദ പോയറ്റ് പ്രേയേഴ്സ് ടു ഗോഡ് ടു അവേക്ക് ഹിസ് കൺട്രി ഇൻ ടു ട്രൂ ഫ്രീഡം. അല്ലെ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ രാജ്യത്തിന് നാളെ ഒരു പുതിയ തുടക്കമായിട്ട് രാജ്യത്തിന് ഫ്രീഡം, എല്ലാ ആളുകൾക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുന്നൊരു ഞങ്ങൾ ഇത്രയും കാലം സ്വപ്നം കണ്ട ഒരു ഇന്ത്യ നാളെ ഞങ്ങൾക്ക് ലഭിച്ചേക്കണമേ. ഓക്കെ, ഫ്രീഡം മീൻസ് മോറൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു ഫ്രീഡം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടുമുള്ളൊരു വളർച്ചയാണ്. അതല്ലാതെ ആ ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരു മോചനം എന്നതിലുപരി അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള, മാനസികമായിട്ട് ജീവിക്കാനുള്ളൊരു സ്ഥലം കൂടെയാണ് ഈ ഒരു ഫ്രീഡം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതോടുകൂടി ആ പോയം എന്ത് ചെയ്യണം, അവസാനിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ യുദ്ധകാലഘട്ടത്തിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയൊരു സംഭവമാണ്, എഴുതിയൊരു പോയമാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറഞ്ഞൊരു പോയം. സോ ഇതിൽ അദ്ദേഹം സ്വപ്നം കാണുന്നൊരു ഇന്ത്യ എങ്ങനെയായിരിക്കണം, ആ ഇന്ത്യയിൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, ആ ഇന്ത്യയിൽ എല്ലാവരും ഹോണസ്റ്റി ആയിട്ട് സത്യസന്ധരായിട്ട് വേണം ജീവിക്കാൻ, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം സ്വപ്നം കാണാണ്ട് ഡ്രീം ചെയ്യാണ്. അപ്പം നാളെ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇന്ത്യയിൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും ബ്രിട്ടീഷുകാരിൽ നിന്നുമുള്ളൊരു മോചനം മാത്രമല്ല, മറിച്ച് ഞങ്ങൾക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെ ആയിട്ട് ഞങ്ങളുടെ ഇന്ത്യ മാറണം എന്നുള്ളതാണ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ അറിഞ്ഞിരിക്കണതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു പോയം ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദ പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. കാരണം അവിടെ പ്രത്യേകിച്ച് റൈം സ്കീം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടൊരു ഫ്രീ വേഴ്സിൽ എഴുതിയിട്ടുള്ളൊരു പോയമാണ് ഈ പോയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രയർ ടു ഗോഡ്. ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പോയാണ്. ദൈവത്തോട് എൻ്റെ ഇന്ത്യ നാളെ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് രവീന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു പോയത്തിലെ ഈച്ച് ആൻഡ് എവറി ലൈൻസിൽ പറയുന്നത്.
The poem uses metaphors like clear stream of reason and dreary deserts and okay. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റഫേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2 ലൈൻസിൽ മെറ്റഫേഴ്സ് വന്നിട്ടുണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ലൈക്കോ ആസോ വെച്ച് വരാത്ത കമ്പാരിസൺ നമ്മൾ മെറ്റഫർ എന്ന് പറയാം. സോ ക്ലിയർ സ്ട്രീം ഓഫ് റീസണിലും ഡ്രറി ഡെസേർട്ട് സാൻഡിലും നമ്മൾ മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പോയതിൽ തീം എന്താണെന്നുള്ളത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. തീം നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താ? ഫ്രീഡം, ട്രൂത്ത്, യൂണിറ്റി, നോളജ് ആൻഡ് റാഷണൽ തിങ്കിങ്. ഓക്കെ, സ്വാതന്ത്ര്യം, സത്യം, ഐക്യം, ജ്ഞാനം, യുക്തി, ചിന്ത. എന്തെല്ലാമാണ്? ഫ്രീഡം, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ട്രൂത്ത്, സത്യസന്ധരായിരിക്കണം. യൂണിറ്റി, നമ്മൾ തമ്മിൽ ഐക്യം ഉണ്ടായിരിക്കണം. നോളജ്, അറിവുണ്ടായിരിക്കണം. ജ്ഞാനിയായിരിക്കണം. ആൻഡ് റാഷണൽ തിങ്കിങ്, അല്ലേ? വളരെ നല്ല രീതിക്ക് ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം ഇന്ത്യയിലെ ആളുകൾ എന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ഒരു പോയത്തിൻ്റെ മെയിൻ തീമായിട്ട് പറയുന്നത്. സോ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയൊരു പോമാണ് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന പോയം. ആൻഡ് അതിൽ അപ്രിസിയേഷൻ നമുക്ക് നോക്കി നോക്കാം. എന്താ? വേർ ദ മൈൻഡ് ഈസ് അപ്രിസിയേഷൻ. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ഈസ് എ പാട്രിയോട്ടിക് ആൻഡ് ഫിലോസഫിക്കൽ പോം റിട്ടൺ ബൈ രബീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ദേശഭക്തിയോട് കൂടിയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പോയമാണ് ഈ രബീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന ഈ ഒരു പോയം. The poem is the form of a prayer to God where the poet expresses his dream of an ideal nation. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. He wishes for a country where people are fearless, educated, truthful and united, and where narrow divisions of caste, religion and region do not exist. സോ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് സത്യസന്ധരും സ്വതന്ത്രരും ഐക്യവും നിലനിൽക്കുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കണം. ആ രാജ്യത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ തുടങ്ങി ഒരു സാധനങ്ങൾ കൊണ്ടും ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ വേർതിരിച്ച് നിർത്താൻ പാടില്ല. എല്ലാവരും ഈക്വൽ ആയിരിക്കണം. യൂണിറ്റി എല്ലാവരിലും ഉണ്ടായിരിക്കണം. ടാഗോർ emphasizes the importance of reason, hard work and progressive thinking for development of individuals and the nation. അതുപോലെ തന്നെ ഓരോ ആളുകളും യുക്തിചിന്തരായിരിക്കണം. അവരിൽ സ്വയം ചിന്തകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ എല്ലാ കാര്യവും സ്വയം തിരിച്ചറിയാനുള്ള കഴിവുകളാവുമ്പോൾ ജ്ഞാനികളാവുമ്പോൾ അവർക്ക് റാഷണൽ തിങ്കിങ്ങോട് കൂടി ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിരന്തരമായിട്ട് കഷ്ടപ്പെടുന്നവർക്ക്, എഫേർട്ട് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ലൈഫിൽ സക്സസ് ഉണ്ടായിരിക്കുള്ളൂ. ദ പോം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെൻറ്റൻസ് വിച്ച് ഗീവ്സ് ഇറ്റ് എ സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ. ഓക്കെ, അത് ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് റൈം സ്കീമോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഒരു വരികൾ മാത്രം, ആ വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വരിയിൽ മെറ്റഫേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് clear stream of reason and dreary desert sand of dead habit to convey deep ideas. Okay, അതുകൊണ്ട് എന്താ നമ്മുടെ സുന്ദരമായൊരു ഒഴുക്ക്, ലൈഫ് എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെയാണ്. ആ നദിയിൽ എന്തെങ്കിലും ഒരു ബാരിയർ വന്ന തടസ്സം വന്നാൽ ആ നദീൻ്റെ ഒഴുക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് പോകും. അതുപോലെ നദിക്ക് ഒഴുക്ക് കൂടാനും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. സോ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകുന്ന, താളത്തിൽ പോകുന്നതാണ് ലൈഫ്. അപ്പോൾ ലൈഫുമായിട്ട് എന്ത് ചെയ്യാണ്, ഉപമിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആ ലൈൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ പോയം കൺവേസ് എ സ്ട്രോങ് മെസ്സേജ് അബൌട്ട് ഫ്രീഡം, ട്രൂത്ത്, യൂണിറ്റി ആൻഡ് എൻലൈറ്റ്മെൻറ്റ്, മേക്കിംഗ് ഇറ്റ് ഇൻസ്പയറിങ് എ തോട്ട് പ്രൊവോക്കിങ്. അല്ലെ, വളരെ നന്നായിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന തരത്തിൽ അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെ ആയിരിക്കണം ഒരു ഇന്ത്യയുടെ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റാളുകളിൽ നിന്നും മോചനം ലഭിക്കുക എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്നും ഈ മതങ്ങളോടുള്ള സ്വരച്ചേർച്ചകളിൽ നിന്നും എല്ലാം നമ്മൾ സ്വയം മാറി ചിന്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കൺവേ ചെയ്ത് തരുന്നുണ്ട്. സോ ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്രിസിയേഷൻ നോക്കി വയ്ക്കുക, വായിച്ചു വയ്ക്കുക. ഓക്കെ.